അങ്ങനെ ഗൈസ് ഞാനിത് ഫ്രഷായി. തല നനച്ചില്ല കേട്ടോ, കാരണം ഹോസ്പിറ്റലിൽ പോയി വന്നാൽ എനിക്കൊരു കുളി നിർബന്ധമാണ്. അപ്പോൾ പിന്നെ രാവിലെയും കുളിച്ച് വൈകിട്ടും കുളിച്ച് ഭയങ്കര ടാസ്ക് പരിപാടിയാണ്. അപ്പോൾ തല നനച്ചില്ല, ഫ്രഷായി. ബ്ലാക്ക് ചുരിദാറാണ് കോസ്റ്റ്യൂം. ഇനി ഇതെൻ്റെ ഓർണമെൻറ്റ്സ് പെട്ടിയാണ്. ഞാൻ മുമ്പൊരിക്കൽ ഇവിടെ മൈസൂർ പോയ സമയത്ത് മേടിച്ചൊരു ഓർണമെൻറ്റ്സിൻ്റെ ബോക്സാട്ടോ. അപ്പം അടുത്തതായിട്ട് നമുക്ക് ഓർണമെൻറ്റ്സ് ഇടുക എന്നുള്ളതാണ്. അടുത്ത ഘട്ടം ആടയാഭരണങ്ങളൊക്കെ ഇതിൽ കിടപ്പുണ്ട്. മാങ്ങാമുട്ടുമാല, മറ്റേ ഇത് നാഗവലി കളിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കാര്യമില്ല. വള ഹോസ്പിറ്റലിൽ നിന്ന് എനിക്കൊരു ഇഞ്ചക്ഷൻ ചെയ്ത് വെയിൻ ഔട്ടായിപ്പോയി. ഇൻഫെക്ഷനായ സമയത്ത് എങ്ങനെയൊക്കെ ടാസ്ക്കായിട്ട് ഊരിയതാണ്. അപ്പോൾ ഇത് വീട്ടിൽ വെച്ചിട്ട് പോയാൽ സേഫല്ല. അപ്പോൾ കൈ കൊണ്ടുണ്ടെടുക്കുന്നത് അതിനേക്കാട്ടിലും സേഫല്ല. ഞാൻ എപ്പോഴും വിചാരിക്കും, ഞാൻ ചില ഓർണമെൻറ്റ്സൊക്കെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് ഞാൻ എടുത്ത് വണ്ടിയിലേക്ക് വെക്കാറുണ്ട് കേട്ടോ. ശരിക്കും അത് വിവരക്കേടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വണ്ടി എവിടെയെങ്കിലും ഒന്ന് ആക്സിഡൻ്റ് ആയി എന്ന് വെക്കുക. ആക്സിഡൻ്റ് ആയാൽ അവർ നമ്മളെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഈ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ആരാണ്ടോ എടുത്തുകൊണ്ട് പോകും. അതിനേക്കാട്ടിലും സേഫായിട്ട് നമ്മുടെ വീട്ടിൽ വെക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കൈമിലിടണം. പക്ഷെ ഒറ്റക്ക് നടക്കൂല, അരുണേട്ടനോട് പറയണം. പിന്നെ മാല, ഇത് ഒറ്റക്കിടാൻ മാത്രമേ ഉള്ളൂ. ഒക്കെ ഊരി വെച്ചതായിരുന്നു ഗൈസ്. ഒരു കമ്മലിട്ടേക്കാല്ലേ, കമ്മലിട്ട ഭംഗിയുണ്ടാവൂ എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതൊന്ന് ഇടിച്ചിട്ട് വരട്ടെ. പിന്നെ 2 മോതിരവും കമ്മൽ മാത്രമേ ഉള്ളൂ. അന്ന് ഓക്കെ. ഇതൊന്ന് ഇട്ട് തരൂ ഗൈസ്. 3 ഇട്ടാൽ മതി, മറ്റേത് 2 ഈ കൈമലിടാം. ഈശ്വരന്മാരെയൊക്കെ വിളിക്കുന്നുണ്ട് ഗൈസ്. അത് വളഞ്ഞു പോയിട്ടുണ്ട്, പക്ഷേ ഇവിടെ വീട്ടിൽ വെക്കുന്ന റിസ്ക്കാണ്. കൈ പിടിച്ചാ പോരെ, അത് അതിനേക്കാളും വലിയ റിസ്ക്കാണ്. മോനെ എന്തെങ്കിലും ഒരു ഉമ്മൻ്റെ ഇതുണ്ട്, ഡവുണ്ട് അവിടെ. ആ എന്തെങ്കിലും എടുക്ക്. അടക്ക് എന്തെങ്കിലും ഇല്ലാണ്ട് അത് നടക്കത്തില്ല ഗൈസ്. ഇതൊന്ന് മാറ്റി വലുതാക്കി എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഒന്നിന് മിനിമം 5000 രൂപയെങ്കിലും മേക്കിംഗ് ചാർജ് കൊടുക്കണം. ലോഷൻ തേക്ക്. ഒരു കവർ എടുത്തുണ്ടോ മോനെ? അയ്യോ നഖം പൊട്ടിയോ? പ്ലാസ്റ്റിക് കവർ. ഔ, ഒന്ന് കയറി കിട്ടി ഗൈസ്. ഇനി 2 എന്തേ വളയൊക്കെ വളഞ്ഞു പോയി. അവൻ്റെ കാല് മുറിഞ്ഞു ഗൈസ്. എല്ലാം കൂടി ഒന്നാക്കണമെങ്കിൽ നല്ലൊരു മേക്കിംഗ് ചാർജ് കൊടുക്കണം. അത് തന്നെ, ഒരു പവന് 5000 രൂപ വെച്ചിട്ട് മേക്കിംഗ് ചാർജ് വരും. മേക്കിംഗ് ചാർജ്, GST, മറ്റേ
അത് സ്റ്റീ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുകൂടി. സഫലമീ ജീവിതം പ്രേമപൂർവം. എല്ലാം ഒരേ വളയാ. അത് ഫ്ലെക്സിബിൾ ആണ്. ഓരോ നഗോ ഇന്നെന്താ ഗിവ് അവേ കൊടുക്കുന്നത്? ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടാൽ ഒരു ഡയറി മിൽക്ക്. പിന്നെ സഫലമീ ജീവിതോ രാഗപൂർവോ. കേറൂലേ? ചില ആൾക്കാർ കൈ ഇടത്തെ കൈ വലത്തെ കൈ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഇനി പോയാൽ പോയേ ഇത് റിസ്ക്കാണ്. അതെ മെല്ലടെ എന്നോട് എന്താ ദേഷ്യണ്ടോ? പോയാലോ ജന്തു. കഴിഞ്ഞു ഗൈസ്. ഇനിയൊരു കമ്മലൂടി ഇട്ടാൽ ഭംഗിയാവും. കമ്മലിട്ടേക്കാലേ. ഇനി അതിൻ്റെ ഒരു പോരായ്മ വേണ്ട. ഓക്കെ.